ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ഷരീഫ്. വേങ്ങരക്കടുത്ത പാറക്കണ്ണിയാണ് സ്ഥലം. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഒരു പ്രമേഹ രോഗിയാണ്. 18 വർഷമായി പ്രമേഹം കൊണ്ട് പല അസുഖം എനിക്ക്. കണ്ണിന് കാഴ്ച കമ്മി, പിന്നെ കാലിന് തരിപ്പ്, കയ്യിൻ്റെ തരിപ്പ്, ഇതിന് ഷോൾഡർ വേദന, അങ്ങനെ പല അസുഖം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിക്കും, അവർ കുറേ മരുന്ന് എഴുതി തരും. അതുകൊണ്ട് സമാധാനമാവില്ല. പിന്നെ ആരെയും നമ്മളെ സ്നേഹിതൻ പറയും അടുത്ത ഡോക്ടർ കൊടുത്തു പോകും, അയാൾ കുറേ മരുന്ന് തരും. അങ്ങനെ ഓരോ പോക്കിന് എനിക്ക് 1000-1500 രൂപ ഓരോ ടെസ്റ്റ് എഴുതി തരും. 1000-1500 രൂപ തരും. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്നേഹിതൻ മുഖേന ഞാനൊരു കോഫി പരിചയപ്പെടുന്നത്. ആ കോഫിയാണത് ഐ കോഫിയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഐ കോഫി ഞാനിപ്പോൾ കുടിക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഈ രണ്ട് ബോക്സിൽ ഞാൻ കുടിച്ച് കഴിഞ്ഞു. 3ാമത്തെ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബോക്സ് ഞാൻ പിടിച്ചിട്ടില്ല. 3ാമത്തെ ബോക്സ് 2 ബോക്സ് കുടിച്ച് കഴിഞ്ഞു ലാസ്റ്റായിട്ട്. ഇപ്പോൾ നല്ല ആശ്വാസമാണ്. എൻ്റെ ഈ തരിപ്പും വേദന ഒക്കെ മാറി. ഷുഗർ നല്ല ടെസ്റ്റ് ചെയ്തു, നോർമലാണ് 110. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെഷീനിൽ നോക്കും, വളരെ കുറവാണ് 110 നേരം. ഇപ്പോൾ എനിക്ക് ഒരസുഖമില്ല. എൻ്റെ തരിപ്പും കാലിന് വേദനയൊക്കെ മാറി. അൽഹംദുലില്ലാഹ്, ഈ ഐ കോഫി ഉണ്ട്. ഐ കോഫിക്ക് ഭയങ്കര വിലയാണ്. 3100 ഒരു ബോക്സിന് വില. പക്ഷേ നമ്മൾ എത്ര ആശുപത്രിയിലെ പൈസ കൊണ്ടുവെക്കണം, ഓരോ ടെസ്റ്റിന് എഴുതണം. എനിക്ക് ഇൻസുലിൻ വെക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ഞാനിപ്പോൾ എനിക്കിപ്പോൾ നല്ല റാഹത്താണ്. അൽഹംദുലില്ലാഹ്. ഈ കോഫി എങ്ങനെ കുടിക്കൽ വെച്ചാൽ, വെറും വയറ്റിൽ ഒരു കോഫി, നമ്മൾ ചായക്ക് ബദൽ ആ കാപ്പി കൊടുക്കുക, അത്രേ ഉള്ളൂ. രാത്രി അതേമാതിരി ഭക്ഷണത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഒരു കൊടുക്കുക. അങ്ങനെ ദിവസം ഷുഗറുള്ള ആളാണെങ്കിൽ 2 കോഫി കൊടുക്കുക, വെറും കോഫി. അത് എങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇതേമാതിരിയാണ് കോഫി. ഇതൊരു പാക്കറ്റ് പൊട്ടിക്കുക. ഒരു കപ്പിലേക്ക് കോഫി പൊടിക്കുക. എന്നിട്ട് നമ്മൾ കുടിക്കാൻ പറ്റിയ ചൂടുവെള്ളം. ഒരു കറുത്തിട്ടുണ്ടാവും. ഇത് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ രാത്രി 1 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇത് കുടിക്കുക. എനിക്ക് അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്. ഇത് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ അനുഭവം പറയാം. നിങ്ങളൊന്ന്